നോർമലി ബിഗ് ബോസിൽ വരുന്ന കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെറും ചുമ്മാ ഇങ്ങനെ ചൊറിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ലൈക്ക് സ്ട്രാറ്റജി, പല രീതിയിലുള്ള സ്ട്രാറ്റജീസ്, ലൈക്ക് അറ്റൻഷൻ കിട്ടാനാണ് ഇവരെല്ലാവരുടെയും ഉദ്ദേശം. അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഔട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്തൊരു ചൊറി പേഴ്സൺ, ഒരു ഗ്യാങ്, ഒരു പക്ഷെ പേഴ്സൺ ഉണ്ടാവാം. പിന്നെയുള്ളതാണ് ഒറ്റപ്പെടൽ. ആൻഡ് തേർഡ് വന്നിട്ട് ഒരു സെൻറ്റിമെൻ്റൽ ഒരു അയ്യോ പാവം, ലൈക്ക് അയ്യോ എന്നുള്ളൊരവസ്ഥ. പിന്നെയുള്ള സംഭവമാണ് പ്രേമം ഇൻ ദ സെൻസ് ലൈക്ക് അത് ട്രയാങ്കിൾ ലവ് ആവാം, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഒറിജിനൽ ലവ് ആവാം, അതല്ലെങ്കിൽ ഒരു 50 ദിവസം എനിക്ക് ഇവിടെ നിന്ന് പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു വൈബിൽ ഉണ്ടാകുന്ന രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ചുണ്ടാക്കുന്ന പുറത്തേക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് പോയാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പിനെ ലവ് ആയിട്ട് പുറത്ത് ആൾക്കാരെടുക്കുകയും അങ്ങനെ പല ആചാരങ്ങളും സീസൺ 5 വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞു വരുന്നു വെച്ചാൽ ഗബ്രിയും നമ്മുടെ ജാസ്മിനായിട്ട് ഇന്നലെ ഇരുന്ന സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ജാസ്മിൻ ഓൾറെഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളോട് ഇഷ്ടം തോന്നുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ഇപ്പോൾ ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി പ്രേമം എന്ന് ഞാൻ പറയുന്നത് ഇവർ നല്ലൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനെ ചില ആൾക്കാർ പൊക്കിപ്പിടിച്ച് പ്രണയം എന്നൊക്കെ പറഞ്ഞ് വലിച്ചു ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം കാളപ്പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, വിഷയമൊന്നുമില്ല. ഗബ്രി പറഞ്ഞ ഒരു കോൺവെർസേഷൻ, ഇവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന കോൺവെർസേഷനിടയിൽ ഗബ്രി പറഞ്ഞൊരു കാര്യം, എനിക്ക് നോറയാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പം അതിനകത്ത് ലൈക്ക് ഇട്ട് കൊടുത്തതാണോ, ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കാനോ എന്താന്ന് അറിയില്ല. പക്ഷെ അവിടെ ഒന്നും തളർന്നില്ല. രാമൻകുട്ടിയായ നമ്മുടെ ജാസ്മിൻ പറഞ്ഞ ആൻസർ ആണ് ഒരു തഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയ്ക്ക് നിന്നെ പോലത്തെ ഒരാണിൻ്റെ ഒന്നും ഒരു മണ്ടനാൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ലൊരാളെ വേറെ കിട്ടും എന്നുള്ള രീതിയോട് കൂടി ആ കോൺവെർസേഷൻ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയുടെ ആ ഒരു അവസ്ഥ, ഒരു പ്ലിങ് ഫേസ് എല്ലാവരും എന്നെ പോലെ തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലവ് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലൂടെ നല്ലൊരു ഗ്രൂപ്പിസം കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കാനാണോ, എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നറിയില്ല. പുറത്തുള്ള ആളുകൾ ഇതിനെ പല രീതിയിൽ വർണ്ണശബലമായി സംസാരിക്കുന്നുണ്ട്. ചില വളരെ ഒക്കോടായിട്ടുള്ള ടീംസ് അതിനെ പ്രണയമായിട്ടൊക്കെ കണക്ട് ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈവൻ കമൻസ് വൈസ് ആണെങ്കിലും വിഷുവിൻ്റെ കേസസൊക്കെ ഇപ്പോഴും എടുത്തിരുന്നുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞു തീർത്ത ഒരു കാര്യമാണ്, അതിൻ്റെ ഉള്ളിൽ ആരും വീട് വെക്കണോ, ബന്ധം ഉണ്ടാക്കണോ, പ്രണയിക്കാനോ ഒന്നുമല്ല പോകുന്നത്. ദ ഒൺലി അൾട്ടിമേറ്റ് എയിം ഈസ് കപ്പ് ആൻഡ് ദ ഒൺലി അൾട്ടിമേറ്റ് എയിം ഈസ് ലൈക്ക് സ്ട്രാറ്റജി, ഒരു കണ്ടന്റ് കാര്യങ്ങളാണ്. അപ്പം അതിനെ വളച്ചൊടിച്ച് അവരുടെ ലൈഫിനെ വരെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുതെന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഗബ്രി ജാസ്മിൻ കോംബോ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് ഷീസ് എ റിയൽ ഫൈറ്റർ. ഗുഡ് വൈബ്സ്.